ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നും ഒരു സ്റ്റഡി ബ്ലോഗ് ആട്ടോ ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു മൈൻഡ് മാപ്പ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ ക്രാഫ്റ്റ് കുറേ കാലം ഇടുന്നതാണ്. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം നിങ്ങൾക്കും ഭയങ്കര യൂസ്ഫുൾ ആവും തോന്നുന്നു കരുതിയിട്ടാണ് ഞാൻ മൈൻഡ് മാപ്പ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പം ഈ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എക്സാമിനും അതുപോലെ വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ നമുക്ക് തലേ ദിവസം നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റത്തില്ല. വലിയ സിലബസ് നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുന്ന നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഓരോ ടൈം ലൈനും അതുപോലെ തന്നെ ഓരോ ഫ്ലോ ചാർട്ടും ഒക്കെ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇന്ന കാര്യങ്ങളാണെന്നുള്ളതൊക്കെ മനസ്സിൽ നമുക്ക് ഓർമ്മ കയറിയും. അപ്പോൾ ഒരു മൈൻഡ് മാപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമുക്ക് ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം അത് മൈൻഡ് മാപ്പിൻ്റെ പ്രസക്തി ഭയങ്കര കൂടുതലാണ്. കാരണം ഇഷ്ടംപോലെ ഇയറും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുടെ പേരുകളും സ്ഥലങ്ങളുടെ പേരുകളും സിവിലൈസേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് മൈൻഡ് മാപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ പ്രീ ഹിസ്റ്ററിയുടെ ഒരു മൈൻഡ് മാപ്പാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രീ ഹിസ്റ്ററി എന്ന് എഴുതുക. നമുക്ക് കളർഫുൾ ആയിട്ടുള്ള പെൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പ്രീ ഹിസ്റ്ററി എന്ന് എഴുതുക. പ്രീ ഹിസ്റ്ററി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ബോക്സ് എന്തെങ്കിലും വരയ്ക്കുക. എന്നിട്ട് പ്രീ ഹിസ്റ്ററിയെ പറ്റിയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ എഴുതേണ്ടതാണ്. ഫസ്റ്റ് പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞേക്കുന്നത് ആർക്കിയോളജിയും, രണ്ടെന്ന് പറഞ്ഞേക്കുന്നത് ആന്ത്രോപോളജിയുമാണ്. ഇതാണ് പ്രീ ഹിസ്റ്ററിയുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പ്രീ ഹിസ്റ്ററിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് വേണമെങ്കിൽ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ ഡിവിഷൻസ് ആണ് ആർക്കിയോളജിയും ആന്ത്രോപോളജിയും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ ഡിവിഷൻസ് എന്ന് എഴുതുകയാണ്. ഇനി ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് പ്രീ ഹിസ്റ്ററിയെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആട്ടോ ഞാൻ എഴുതുന്നത്. ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞേക്കുന്നത്, ഇതൊരു പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. ഫസ്റ്റ് ഒരു പോയിന്റ് ആണ് എഴുതുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ്. ദ പീരീഡ് എക്സ്റ്റെൻഡിങ് ബാക്ക് ഇതാണ് പ്രീ ഹിസ്റ്ററിയുടെ ഒരു ഡെഫിനിഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞേക്കുന്നത് ഒറിജിൻ ചെയ്തേക്കുന്നത് ജനസ് ഹോമസിൻ്റെ അവിടെയാണ്. അപ്പോൾ ഹോമസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതുമ്പോൾ ഇതുപോലെ കളറായിട്ടുള്ള പെൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇയേഴ്സ് നമുക്ക് പോയിൻ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സെൻറ്റൻസ് ആക്കി അത് പഠിച്ചാൽ മതി. അത്
ഇതിനകത്ത് പ്രോട്ടോ ഹിസ്റ്ററിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രീ ഹിസ്റ്ററിയെ കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സാണ്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററിയെക്കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് പ്രോട്ടോ ഹിസ്റ്ററി എന്നൊരു ഹെഡിങ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എഴുതുകയാണ്. ഏർലിയസ്റ്റ് റെക്കോർഡഡ് ഹിസ്റ്ററിയാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്, നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആർക്കിയോളജിയുടെ അടിയിൽ വരുമ്പോഴത്തേക്കും ആർക്കിയോളജി എന്താണെന്നുള്ളത് ഡെഫിനിഷൻ എഴുതുക. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിക്കൽ റിസർച്ച് എന്തൊക്കെയാണെന്ന് എഴുതുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ മൈൻഡ് മാപ്പിൽ എഴുതുന്നത്. ആർക്കിയോളജിയുടെ കുറേ പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ ഡെഫിനിഷൻസും പിന്നെ അതിൻ്റെ കുറേ ഇയേഴ്സും കുറേ സെഞ്ചുറീസും അതുപോലെ തന്നെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എന്താണ് അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്, മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിയും അതുപോലെ തന്നെ ഡേറ്റിംഗ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിയും ഉണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കളേഴ്സ് കൊടുത്ത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആന്ത്രോപോളജിയുടെ ഇതുപോലെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആന്ത്രോപോളജി എന്താണെന്നുള്ളത് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി അത്രയും മാത്രം മതി, അത്രയും മാത്രം എഴുതി നമുക്ക് നിർത്താം. അപ്പം നമുക്ക് ഇപ്പം ഇതിനകത്ത് ഈ ആർക്കിയോളജി തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. ആന്ത്രോപോളജി ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനൊരു ഫസ്റ്റ് ചാപ്റ്റർ ചെറിയൊരു ഈ ഒരു പേപ്പറിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കത്തക്ക രീതിയിലാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ചെറുതായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആന്ത്രോപോളജി കൊണ്ട് അങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ ആ ഒരു പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ആ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഈ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മൈൻഡ് മാപ്പ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം വായിച്ചു നോക്കാം. പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് 2 ഡിവിഷൻസ് ഉണ്ട്, ആർക്കിയോളജിയും ഉണ്ട് ആന്ത്രോപോളജിയും ഉണ്ട്. പിന്നെ പ്രീ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് പറയുന്നത്, അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, പിന്നെ അത് എപ്പോഴാണ് ഒറിജിൻ വന്നത്, പിന്നെ കുറച്ച് ഇയേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഇത് ആരാണ് ഈ വേർഡ് ഉണ്ടാക്കിയതെന്നും ഏത് ബുക്കിലാണ് ആദ്യമായിട്ട് ഈ വേർഡ് വന്നതും, പിന്നെ ആർട്ടിഫാക്ട്സ് എന്താണ്, പിന്നെ എന്താണ് ആർക്കിയോളജി എന്താണ്, അതുപോലെ തന്നെ ആർക്കിയോളജി വന്ന വർഷം, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, അതിൻ്റെ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്താണ്, പിന്നെ ആന്ത്രോപോളജി എന്താണ്, ആന്ത്രോപോളജിൻ്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്, അതിലെ ബയോളജിക്കൽ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആർക്കിയോളജിയും ആന്ത്രോപോളജിയും ഒന്നുകൂടെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ വലിയ പാരഗ്രാഫ്സ് ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോ ചാർട്ട് പോലെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മൈൻഡ് മാപ്സ് ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ഇത് നോക്കി പഠിക്കാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് പറ്റുന്ന ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ എഴുതുക. ചിലരാണെങ്കിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി, കാരണം നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് മൈൻഡ് മാപ്പ് ട്രൈ ചെയ്ത് പഠിച്ചു നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.